വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇന്ന് നമുക്ക് ദൈവവചനം പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സാജു ഇലഞ്ഞിക്കൽ അച്ഛനാണ്. അച്ഛൻ MST സന്യാസ സഭാ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ്. പൗരോഹിത്യ ശുശ്രൂഷയുടെ 27ാം വർഷത്തിലൂടെയാണ് അച്ഛനിപ്പോൾ കടന്നു പോകുക. കഴിഞ്ഞ 12 വർഷമായിട്ട് ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ പട്ടായൽ അച്ഛനോടൊപ്പം സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ അവിടെ താമസിച്ചുള്ള ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ധ്യാന ശുശ്രൂഷകൾക്കും കൺവെൻഷനുകൾക്കൊക്കെ നേതൃത്വം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സാജു അച്ഛൻ. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ അച്ഛനെ നമുക്ക് ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈശോയെ സ്നേഹമുള്ളവരെ, ഈ ഒക്ടോബർ മാസം ആദ്യ വെള്ളിയാഴ്ച ശാലോം ടെലിവിഷനിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രത്യേകമായ സമാധാനവും അനുഗ്രഹവും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പറയാം ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഒക്ടോബർ മാസം വളരെ പ്രത്യേകമായി നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മാസമാണ്. നമ്മുടെ ഇടവകളിലൊക്കെ നമസ്കാരമൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. ചിലങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് ഈ ഒരു മാസം കുടുംബങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല. ഇന്നോട്ട് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ മാസം മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ പല കെട്ടുകളും അഴിയും. പറഞ്ഞേ ഹല്ലേലൂയ. പല ബന്ധനങ്ങളും ഇല്ലാതാകും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ യേശു പ്രവർത്തിക്കുന്നതിന് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, ആ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയോടുള്ള വലിയ സ്നേഹം ഈ മാസം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ മടുപ്പ് കൂടാതെ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി, സാധിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. പരിശുദ്ധ അമ്മയെ, നല്ല മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശാലോം TV-യിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ ഓരോ ആവശ്യങ്ങളെയും ഇതാ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാനായിലെ കല്യാണ വീട് ഞങ്ങളത് കണ്ടതാണ്. എലീശയുടെ അടുത്തേക്ക് അങ്ങ് തിടുക്കത്തിൽ പോയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ചില അഴിയാത്ത കെട്ടുകൾ അഴിക്കുവാൻ, ചില പൊട്ടാത്ത ബന്ധനങ്ങൾ പൊട്ടിക്കുവാൻ, തടസ്സങ്ങൾ മാറ്റുവാൻ പരിശുദ്ധ അമ്മയെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള മണിക്കൂറിൽ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അമ്മ നമ്മുടെ അമ്മയാണ്, നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ചേർന്ന് പാടാമോ? എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ
കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയിലൂടെ ഞങ്ങൾ അമ്മയുടെ പ്രിയപുത്രനായ യേശുവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ നിമിഷങ്ങളിൽ വലിയ കൃപ ചൊരിയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലേക്കും അമ്മയെ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മയുടെ പ്രിയപ്പെട്ട അമ്മയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നാം ഏവരും യോഗ്യരായി തീരുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓർക്കെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്പര സ്തുതി കൊടുക്കാവോ? സംസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. ഇന്ന് പരിശുദ്ധ കന്യകാമറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എങ്കിലും വിഷയം മറ്റൊന്നാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് പിതാവായ ദൈവം ഒത്തിരിയേറെ നല്ല സമ്മാനങ്ങൾ കരുതിയിരുന്നു. മനുഷ്യന് ഒരുപക്ഷെ ലഭിക്കാത്ത കുറേ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ആദ്യമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവമാണ്. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയം ജന്മപാപമില്ലാതെയാണ് ഈ ലോകത്തിൽ ഉത്ഭവിച്ചത്. പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രൻ വന്നു ജനിക്കേണ്ട ആ വ്യക്തി അനാദികാലം മുതൽ തന്നെ പാപവിമുക്തയാകണമെന്നുള്ള ഒരു ആഗ്രഹം ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ട് അവളെ ജന്മപാപവിമുക്തിയായിട്ടാണ് ജനിപ്പിച്ചത്. അതൊരു വലിയ സമ്മാനമാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പാപത്തിൻ്റെ ഒരു ലെവലേശമില്ലാതെ പാപം ചെയ്യാതെ ജീവിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. അത് ദൈവം സഹായിച്ചതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. മൂന്നാമതായി, പരിശുദ്ധ കന്യകാമറിയത്തിന് നിത്യകന്യത്വം നൽകി. പരിശുദ്ധ കന്യകാമറിയം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജനനത്തിന് മുമ്പും പിമ്പും നിത്യകന്യകയായിരുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒരു സത്യമാണ് താനും. ദൈവമാതാവ് എന്നുള്ള വലിയൊരു വിശേഷണവും പരിശുദ്ധ അമ്മയ്ക്ക് നൽകി. യേശു പരിശുദ്ധ അമ്മയുടെ മകനാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധ അമ്മ. മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തുക്കപ്പെട്ടുവെന്നും ഭൂലോകങ്ങൾക്ക് ഉടയവളായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള സത്യമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ പരിശുദ്ധ കന്യകയ്ക്ക് ദൈവം കൊടുത്ത ഒത്തിരിയേറെ സമ്മാനങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ സമ്മാനങ്ങൾ പരിശുദ്ധ കന്യകാമറിയം ഏറ്റുവാങ്ങി എന്നൊരൊറ്റ കാരണത്താൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം പൂക്കൾ വിരിച്ച ഒരു വലിയ ഒരു പാതയായിരുന്നു. ആരും ചിന്തിക്കരുത്. ഈ ലോകത്തിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇത്രമാത്രം ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയം വേദനയുടെയും ദുഃഖത്തിൻ്റെയും നെരിപ്പോടിലൂടെ കടന്നുപോയവളാണെന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കരുത്. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തന്നെ ഏൽപ്പിച്ച ഈ സമ്മാനങ്ങൾക്ക് പ്രത്യുത്തരം നൽകിയത് എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഓർത്ത് നോക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്തൊരു മകളാണ്. എന്നിട്ടോ ആ യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് ദൈവദൂതൻ വന്ന് പറയുകയാണ്, നീ ഗർഭിണിയാകാൻ പോകുന്നു. നമുക്കറിയാം, അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭിണിയാവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്കപ്പുറത്തെ അവസ്ഥയോ എന്തും സംഭവിക്കാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. എങ്കിലും ദൈവഹിതത്തിന് ആമേൻ പറയാൻ തക്ക വിധം ആ മകൾക്ക് ദൈവം കൃപ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പിറക്കാൻ ഇടം തേടി അനേകം സത്രങ്ങളിലൂടെ പോയി അവസാനം ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു കാലിത്തൊഴുത്തിൽ ആരുടെയും സഹായമില്ലാതെ പിറക്കേണ്ടി വരിക. തൻ്റെ പൊന്നോമന മകനെ ഹെറോദേസ് കൊല്ലാൻ ആലോചിക്കുന്നു കേട്ടപ്പോൾ രായ്ക്ക് രാമാനം, പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ വാരിയെടുത്ത് ആ ചോര കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരിക. വീണ്ടും തിരിച്ചു വന്ന് 12 വയസ്സായപ്പോൾ യേശുവിനെ കാണാതായ സമയത്ത് ആ അമ്മ അനുഭവിച്ച തീരാവേദന 3 ദിവസം. പ്രിയപ്പെട്ടവരെ, വീണ്ടും തൻ്റെ 30 വയസ്സിന് ശേഷം യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ ആ അമ്മ കേട്ടുകൊണ്ടിരുന്ന വാർത്തകളൊന്നും അത്ര നല്ല സുഖകരമായ വാർത്തയായിരുന്നില്ല. നിന്റെ മകൻ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന നാണയ മാറ്റക്കാരെ അടിച്ച് പുറത്താക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന പല സാപത്ത് ലംഘിക്കുന്നു, പല ചട്ടങ്ങളും പല കൽപ്പനകളും ലംഘിക്കുന്നു, പാപികളോടും ചുങ്കക്കാരോടും അതുപോലെ തന്നെ
അവഗണിക്കപ്പെട്ടവരോടൊപ്പമാണ് അവൻ്റെ ജീവിതവും സഹാസവും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഓരോ വാർത്തകൾ ചെവി കേൾക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ വലിയ വലിയ വേദനയായിരുന്നു. ഒരു പക്ഷേ മാനുഷികമായി ചിന്തിക്കാം, കർത്താവെ ഞാൻ മണ്ടിയായോ, ദൈവഹിതത്തിന് ആമയും പറഞ്ഞത് അബദ്ധമായോ എന്ന് ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കാമായിരുന്നെങ്കിൽ പോലും പരിശുദ്ധി അമ്മ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ലൂക്കാ 1:45 പറയുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പറയാമോ ഹല്ലേലൂയ? പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. അവളത് ഭാഗ്യവതിയായി മാറി. പ്രിയപ്പെട്ടവരെ, വീണ്ടും 3 വർഷത്തെ തൻ്റെ മകൻ്റെ പരസ്യ ജീവിതത്തിന് ശേഷം ഒരു പാപിയെ പോലെ, കൊലപാതകിയെ പോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ പിന്നാലെ നടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട, എത്രമാത്രം ഹൃദയം പിളർക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോവുക. ആ പൊന്നോമന മകൻ്റെ ശരീരത്തിൽ നിന്ന് ചിതറിപ്പോകുന്ന മാംസക്കഷങ്ങൾ തുടച്ച് ഒരുമിച്ച് ചേർത്ത് രക്തം തുടയ്ക്കുന്ന അമ്മ, ആ മകൻ്റെ പിന്നാലെ നടന്നു പോകുന്ന ഒരു അമ്മ, സഹരക്ഷകയായി. യേശു ശരീരത്തിൽ വേദന എടുത്തപ്പം മനസ്സിൽ ആ വേദന സ്വീകരിച്ച അമ്മ അവസാനം, പ്രിയപ്പെട്ടവരെ, ആ കാൽവരി കുന്നിൽ യേശു ഒരു 3 ആണികളെ ക്രൂശിക്കപ്പെടുമ്പോൾ ആ മകൻ്റെ ചേതനയേറ്റ ശരീരം മടിയിൽ ഏറ്റുവാങ്ങുമ്പോൾ ആ അമ്മയുടെ കരൾ പിടഞ്ഞിട്ടുണ്ടാവും. ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടക്കുമെന്ന് ശമയോൻ പറഞ്ഞത് അന്വർത്ഥമായി വേദനകളും സങ്കടങ്ങളും അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് അച്ഛന് പറയാനുള്ളത്, ഈ ഒരു ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മാതൃകയായിട്ട് മാറണം. നമുക്കറിയാം, നമ്മളൊക്കെ വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുന്നവരാ. പക്ഷെ നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം വേദനയിലൂടെ, സങ്കടത്തിലൂടെ നാം കടന്നുപോയേ മതിയാവൂ. ദൈവം പ്രത്യേകമായി കൃപകൾ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന് ഇതുപോലെ വേദനകൾ ഏറ്റെടുക്കേണ്ടി വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും എത്രയോ വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ ദുഃഖവും വേദനയുമാണ്. ഇതിനെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സങ്കീർത്തകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം സങ്കീർത്തകൻ ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് എന്തുകൊണ്ടാണ് അകന്നിരിക്കുന്നത്? എൻ്റെ സങ്കടകാലത്ത് അങ്ങ് മറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വേദന വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, കർത്താവെ, അങ്ങ് എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്? ജോബ് പ്രാർത്ഥിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം, കർത്താവെ, എൻ്റെ കഷ്ടതകൾ എണ്ണി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, അത് കടൽ തീരത്തെ മണൽത്തരികളെക്കാൾ അതിന് ഭാരമേറുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വചനം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ദൈവം കുറെ ദുഃഖങ്ങൾ നമുക്ക് നൽകി, കുറെ വേദനകൾ നൽകി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ മടി കാണിക്കുന്ന ഒരു ക്രൂരനായ ദൈവമാണോ? പണ്ടം കൊണ്ട് ആരോ പാടിയതുപോലെ, വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മഞ്ഞിൽ അലയുന്ന മനുഷ്യനോ അന്ധനാരാണ്? എന്താണ് ദൈവം ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് അന്യായമായ ചില വേദനകൾ, നമുക്ക് പോലെ സങ്കല്പിക്കാനാവാത്ത വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ അർത്ഥം തേടി നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മാതൃകയായി പരിശുദ്ധ കന്യകാമറിയമുണ്ട്. ഞാൻ നിങ്ങളോട് സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവതി എൻ്റെ അടുക്കൽ വന്നു. ആ സഹോദരി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവളാണ്. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കൗൺസിലിനൊക്കെ പോയതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഞാനിത് 9-ാമത്തെ ധ്യാനകേന്ദ്രത്തിലാണ് കടന്നു വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? മോളുടെ പ്രശ്നം എന്താ? അച്ഛാ, ഞാൻ വിവാഹിതയായി 6 മാസം കഴിഞ്ഞു. എനിക്ക് ഒത്തിരിയേറെ നല്ലൊരു ഭർത്താവിനെ കിട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ദൈവഭക്തനായ, എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ജീവിത പങ്കാളിയെ തരണമേ, ദുശീലങ്ങളില്ലാത്ത ഒരു ജീവിത പങ്കാളിയെ തരണമേ. ഞാൻ അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് ഏറ്റവും നല്ല സൽസ്വഭാവിയായ, ദൈവഭക്തനായ, യാതൊരു ദുശീലവുമില്ലാത്ത നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു. അദ്ദേഹം വിദേശത്ത് ജോലിയാണ്. ഞാനിവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഏതായാലും 6 മാസത്തിന് ശേഷം എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 1 മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ജീവിതം. വളരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിച്ച നിമിഷങ്ങൾ. ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഒരു നല്ല ആയുസ്സിന് വേണ്ടി.
ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവ് ഒരു 3 മാസം മുന്നേ ഇവിടെ വന്നു. എനിക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കി എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നു. പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. നാളെ പോകണം. ഇന്ന് വൈകുന്നേരം ഞാൻ ഫൈനലായിട്ട് പാക്കിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞു, ഞാൻ 1-2 സുഹൃത്തുക്കളോട് ഒന്ന് ബൈ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ഈ സഹോദരൻ പുറത്തേക്ക് ഇറങ്ങി. ആ പെൺകുട്ടി പറയാണ്, അച്ഛാ, 2 മണിക്കൂറിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു, ഭർത്താവിന് എന്തോ ഒരു അപകടം പറ്റിയിരിക്കുന്നു. എന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ കാറിൽ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരമാണ്. ആ സഹോദരി പൊട്ടിക്കരഞ്ഞോളൂ, അച്ഛാ, കണ്ടു കൊതി തീർന്നിട്ടില്ല, അച്ഛാ, കണ്ടു കൊതി തീർന്നിട്ടില്ല. എൻ്റെ ജീവിത പങ്കാളി എന്തിനാ അച്ഛാ തമ്പുരാൻ തിരിച്ചെടുത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിൽ പോയി, എല്ലാവരും എന്നോട് കുറേ വചനമൊക്കെ പറഞ്ഞു, പറ്റുന്നില്ല അച്ഛാ. എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് ദൈവം എന്നോട് ഇത് ചെയ്തു? ഞാൻ ഇതുവരെ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇത് ചെയ്തത്? ആ സഹോദരിയുടെ ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരിക്കൽ ഒരമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മോള് അവൾ ബോംബെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അച്ഛാ. അവൾ വന്നു, വിദേശത്ത് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ക്രമീകരിച്ച സമയത്ത് അവളും അവിടെ ആങ്ങളെയും കൂടി ബൈക്കിന് അവൾ കൂട്ടുകാരുടെ കല്യാണത്തിന് ഒരു പള്ളിയിലോട്ട് പോയതാ. പള്ളിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ആ ബൈക്കേ കയറി മുന്നോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഒരു വണ്ടി വന്നിടിച്ചു. 2 പേരും ഓൺ ദ സ്പോട്ട് മരിച്ചു. എന്തിനാ വെച്ചാ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം എടുത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുമായി നമ്മൾ ഇന്ന് ഒത്തിരിയേറെ വിഷമിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷ എല്ലാവർക്കും അവരുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ദുഃഖത്തോടുള്ള ഈ കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഏറിയ പങ്ക് ആളുകളും ഒരു പരിധി വരെ നന്നായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന മരവിപ്പിലേക്കും തകർച്ചയിലേക്കും മാറുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. 2 തരത്തിലുള്ള സഹനങ്ങളുണ്ട്. ആ സഹനങ്ങൾ, ഒരു സഹനത്തിൻ്റെ പേരാണ് രക്ഷാകരമായ സഹനം. ഈ സഹനത്തെക്കുറിച്ചാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ! ജീവനോടെ പറ ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവം കൊടുത്ത കൃപകൾ പോലെ തന്നെ ദൈവം അനുവദിച്ചിരിക്കുന്ന കുറേ സഹനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, സഹനം 2 തരത്തിലുണ്ട്. ഒന്ന് രക്ഷാകരമായ സഹനമാണ്. മറ്റേ സഹനം എന്താ? രണ്ടാമത്തെ സഹനം ഏതാ? സ്വന്തം കയ്യിലിരിപ്പുണ്ടാകുന്ന സഹനം. നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന കുറേ സഹനമുണ്ട്. ആ സഹനത്തെക്കുറിച്ചല്ല പറയുക. ഒരു ചേട്ടൻ കള്ളും കുടിച്ച് തലയും കുത്തി മറിഞ്ഞ് ഒരു വണ്ടിയുടെ അടിയിലോട്ട് വീണു, കാലും കൈ ഒടിച്ചു, കർത്താവ് സഹനം തന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, അത് സ്വന്തം കയ്യിലിരിപ്പാ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ സഹനങ്ങളുടെ പിന്നിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. നമ്മുടെ വരവ് നോക്കാതെ കടം വാങ്ങിച്ച് വീട് പണിത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവസാനം ജപ്തിയായി, ഇന്ന് പട്ടിണിയും പരിവട്ടമായി. അച്ഛാ, എൻ്റെ വീട് ജപ്തി ചെയ്ത് ആരോട് പറയും? മക്കളെ, ഇതൊക്കെ പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളുടെ പരിണിത ഫലമായി ഉണ്ടാകുന്ന ചില സഹനങ്ങളുണ്ട്. അതാ ഞാൻ പറയുന്നത്, കയ്യിലിരിപ്പുണ്ടാകുന്ന സഹനം. ഇതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് തകർച്ചയ്ക്ക് കാരണമാകാം. ഞാൻ പറയുന്ന സഹനം രക്ഷാകരമായ സഹനമാണ്. അതായത്, നീ ഒരു വിശുദ്ധ ജീവിതം നയിച്ചിട്ട്, നീ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയായി ജീവിച്ചിട്ട്, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന ഒരു വ്യക്തിയായി നീ ജീവിച്ചിട്ട്, നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില തകർച്ചകൾ, നിനക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത ചില ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സമസ്യകൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പറയാമോ? ഹല്ലേലൂയ! അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ! വലുതരമായിട്ട് 2 തവണ അവർക്ക് ഹല്ലേലൂയ പറ. ജീവനോടെ പറ. ഒരിക്കൽ കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവനോടുകൂടി സഹിക്കുവാൻ വേണ്ടിയുള്ള അവകാശം നമുക്ക് ലഭ്യമായിരിക്കുന്നു. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോടൊപ്പം സഹിക്കുവാനുള്ള ഒരവകാശവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ! തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ! വചനം നമുക്ക് പറയാം. യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. നീ
ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകൾ കടന്നു വരാം. ഒരുപക്ഷെ തുടങ്ങും നിന്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കാം, നിന്റെ കൂട്ടുകാരിൽ നിന്നായിരിക്കാം. ദൈവവചനത്തിന് വില കൊടുത്ത് ജീവിക്കാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പിശാച് ഏതെങ്കിലും വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നമുക്കെതിരെ അവൻ പണി തരുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹനത്തിന് 3 മനോഭാവങ്ങളിൽ സഹനത്തെ സ്വീകരിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അത് 3 മനോഭാവങ്ങളിലാണ് അത് സ്വീകരിക്കാൻ പറ്റുന്നത്. ഒന്നാമത്തേത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷികമായ രീതിയാണ്. അതായത് ഇപ്പോൾ ഒരു സഹനം വന്നു, ഒരു കഷ്ടപ്പാട് വന്നു, നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കും, അതിപ്പോൾ സംഭവിച്ചത് എന്താണ്? മഴ കൂടിപ്പോയി, വെള്ളപ്പൊക്കം വന്നുപോയി, പ്രകൃതിക്ഷോഭം ഉണ്ടായി, റബ്ബറിന് വില കുറഞ്ഞു, തേങ്ങയ്ക്ക് വില കുറഞ്ഞു, അതുകൊണ്ടാണിത് സംഭവിച്ചത്, തീർന്നു. അത് നമ്മൾ മാനുഷികമായ റീസണിങ് കണ്ടുപിടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൽ ഇത് 3 കാണുന്നുണ്ട്, 3 മനോഭാവം. അതായത് യേശുവിൻ്റെ വലതുഭാഗത്തുള്ള കള്ളൻ, ആ കള്ളൻ എന്താ ചെയ്തത്? ആ കള്ളൻ തൻ്റെ വേദനയെ ന്യായീകരിക്കുന്ന ഇങ്ങനെയാണ്. ഇടതുവശത്തെ കള്ളൻ അവനെ കുറ്റപ്പെടുത്തും, പറയും, എടോ നീ മിണ്ടാതിരിക്കടാ, നമ്മളൊക്കെ പാപികളാ, നമ്മൾ പാപം ചെയ്തുകൊണ്ട് നമ്മൾ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അത് മാനുഷികമായ കാഴ്ചപ്പാട്, മനോഭാവം. 2, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ നെഗറ്റീവായിട്ട് പൈശാചികമായ തരത്തിൽ എടുക്കാൻ പറ്റും. അതാണ് ഇടതുവശത്തെ കള്ളൻ്റെ സ്വഭാവം, അവൻ്റെ മനോഭാവം. അവൻ എന്താ ചെയ്തത്? ജീവിതത്തിൽ സഹനം വരുമ്പം, സങ്കടം വരുമ്പം, വേദന വരുമ്പം നാട്ടുകാരെ പഴിച്ച്, വീട്ടുകാരെ പഴിച്ച്, സ്വന്തക്കാരെ പഴിച്ച്, ഗവൺമെൻറ്റിനെ പഴിച്ച് നമ്മളെല്ലാവരും ചീത്ത എന്തെറിയും വിളിക്കുകയാണ്. അവൻ പറഞ്ഞു, ആണുമില്ലേ, എല്ലാവരും ചീത്ത വിളിച്ച് യേശുവിനെ പോലും വെള്ളിവിക്കുന്ന ഇടതുവശത്തെ കള്ളൻ്റെ മനോഭാവം, അത് പൈശാചികമായൊരു മനോഭാവമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 3ാമത്തെ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിനായി, പിതാവേ ഇത് സ്വീകരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങയുടെ ഹിതമാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് യാതൊരു പരാതിയും കൂടാതെ എടുക്കുന്ന യേശുവിൻ്റെ മനോഭാവം. 1 പത്രോസ് 4:1 വചനം പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവമാണ് നിനക്കുണ്ടാകേണ്ടത്. 1 പത്രോസ് 4:1 പറയുന്നു, ശരീരത്തിൽ പീഡയേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവണം. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സഹനത്തോട് നമ്മൾ കാണിക്കേണ്ട മനോഭാവം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ. വളരെ അടുത്തൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഒന്ന് യേശുവേ എന്ന് വിളിച്ചേ. പോരാ പോരാ പോരാ, സ്വരമുയരട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് വിളിക്കുക. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഈ സമയത്ത് കർത്താവെ, ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ശാരീരിക രോഗങ്ങളെ അങ്ങ് അപ്പോൾ തന്നെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അച്ഛൻ പറയാൻ പോകുന്നത്, ബൈബിളില് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം സഹനം അനുവദിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് പറയുക. ഒന്നാമത്തെ കാരണം ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നടക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് മരിച്ചു മണ്ണിടിഞ്ഞ ലാസറിന്റെ കുഴിമാടത്തെങ്കിലേക്ക് യേശു ചെല്ലുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വചനത്തിൽ യേശു പറയുന്നൊരു വചനമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതെപ്പോഴാണ് പറയുന്നത്? യേശു ഒരു മരിച്ച വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. മരിച്ച വീടിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ പ്രിയപ്പെട്ട ഭവനമാണ്, യേശുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മരിച്ചുപോയ ലാസർ. അതിനേക്കാൾ രസകരമായ അവസ്ഥ, ഈ ലാസർ പ്രിയപ്പെട്ടവരെ അസുഖമായി കിടക്കുന്നു, തീരാവ്യാധിയാൽ വ്യസനിക്കുന്നു എന്നുള്ള വാർത്ത യേശുവിന് കിട്ടിയതാ 4 ദിവസം മുമ്പ്. എന്നാൽ യേശു അന്നേരം ഒന്നും വന്നില്ല. ഇവൻ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷമാണ് യേശു കടന്നു വരിക. ഇപ്പൊ യേശുവിന് ഈ മരണം അവൻ അനുവദിച്ചതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മരണം യേശു അനുവദിച്ചതാണ്. അങ്ങനെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ സഹോദരൻ്റെ വേർപാടിൽ വ്യസനിക്കുന്ന ആ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ യേശു ആ കല്ലറയെങ്കിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം പറയുന്നത്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. യേശു ആ ശവകുടീരത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, എല്ലാവരും പറഞ്ഞു, കർത്താവെ അങ്ങോട്ട് പോകണ്ട, 4 ദിവസമായി, ഒരു കല്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ, അതെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും, അതുകൊണ്ട് വെറുതെ പോയി അസ്വസ്ഥപ്പെടുന്നു. കർത്താവ് ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവിടെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്കറിയാം 11-ാം അധ്യായം വായിക്കുമ്പോൾ എപ്രകാരമാണ് മരിച്ചവൻ പുറത്തേക്ക് കടന്നു വരിക. അപ്പോൾ അവിടെ ഈ ഒരു മരണം ദൈവം അനുവദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു തകർച്ച നിന്നെ അനുവദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സങ്കടം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി ദൈവം അതിനെ മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് മുമ്പ് അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സഹോദരൻ വന്ന് സാക്ഷ്യപ്പെടുത്തിയാണ്. ആൻ്റണി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഈ സഹോദരനെ കുറിച്ച് പ്രിയപ്പെട്ട എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം പല കൺവെൻഷനുകളിലും ഈ ആൻ്റണി വന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട്. അദ്ദേഹം ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഈ ആൻ്റണി പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമാണ്. ജീവിത പങ്കാളി, മക്കൾ, ഒരു സാമാന്യം വലിയൊരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ആൻ്റണി എന്ന വ്യക്തി. അദ്ദേഹം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അങ്ങനെ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആൻ്റണി ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ഒരു ടു വീലറുണ്ട്, അദ്ദേഹത്തിൻ്റെ വാടക വീടാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ടു വീലറിൽ നിന്ന് പുറത്ത് പോയി തിരിച്ച് കയറി വരുന്ന സമയത്ത് കാലിൻ്റെ ഇവിടെ ഒരു വല്ലാത്തൊരു വേദന പോലെ തോന്നി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ട് തോന്നി. ഭാര്യയെ വിളിച്ചു. ഭാര്യ ഓടി വന്നു, അദ്ദേഹത്തെ പിടിച്ചിറക്കി. തണുപ്പ് മഴയുടെ ഒക്കെ ആയിരിക്കും, അല്പം ചൂട് പിടിച്ച് കിടക്കാൻ പറഞ്ഞു. ചൂട് പിടിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ പ്രിയപ്പെട്ടവരെ 5-5:30 ആയപ്പോൾ വീട്ടിൽ കാപ്പി ഉണ്ടാക്കുന്ന ഈ സഹോദരി ആൻ്റണിയുടെ വലിയൊരു നിലവിളി കേട്ടാണ് ഓടിയെത്തുന്നത്. ഓടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, തലേ ദിവസം കാലിന് മാത്രം വേദന മൂലം കിടന്ന ആ ആൻ്റണിയുടെ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഈ സഹോദരി വാവിട്ട് നിലവിളിച്ചു. പറക്കം പറ്റാത്ത മക്കൾ വന്ന് കൂട്ടക്കരച്ചിലായി. അയൽക്കാർ ഓടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എറണാകുളത്തെ അറിയപ്പെടുന്ന 3-4 ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ടെസ്റ്റുകൾക്ക് ശേഷം ഒരു കാര്യം പറഞ്ഞു കിട്ടി. ഇത് അപൂർവങ്ങളിൽ, ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു പ്രത്യേകമായ രോഗമാണ്. ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. ഇനി ദേഹത്തിൻ്റെ മാംസപേശികളൊക്കെ ചുരുങ്ങി അവസാനം ബലം നഷ്ടപ്പെട്ട് തീരാവേദനയുമായി അദ്ദേഹം മരിക്കാനാണ് പോകുന്നത്. വേറെ സാധ്യതകളൊന്നുമില്ല. പക്ഷേ മറ്റ് ഒരു ഡോക്ടർ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് വേണമെങ്കിൽ ചെയ്യാം. നല്ല പണം ചിലവാകും. ഏകദേശം 7 ലക്ഷം രൂപയോളം ചിലവാകും. ആൻ്റണി പറയാണ്, 75 രൂപ പോലും തികച്ചെടുക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ 7 ലക്ഷം രൂപ ഉണ്ടാക്കാനാ? അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട, തിരിച്ച് വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. 4-ാമത്തെ 5-ാമത്തെ കുഞ്ഞ് ജനിച്ചിരിക്കുക. അപ്പോൾ അതാരോ വന്ന് പറഞ്ഞു, ഈ കുഞ്ഞ് ജനിച്ചിട്ട് 7 ദിവസമേ ആയിട്ടുള്ളൂ, ഈ കുഞ്ഞിൻ്റെ നാൾ ദോഷമാണ് ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ചില വഴിപാടുകളൊക്കെ നേർന്നാൽ മതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യദൈവത്തെ അല്ലാതെ മറ്റാരെ ആരാധിക്കില്ല, അതുകൊണ്ട് വഴിപാട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ രോഗം സുഖപ്പെടേണ്ട എന്ന് ആ വിശ്വാസിയായ ആൻ്റണി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം വേറെ ചിലർ പറഞ്ഞു, നമുക്ക് ആയുർവേദ ചികിത്സ വല്ലതും നോക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സകൾ നോക്കാം. എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പ്രായമായ അമ്മയുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, 4 മക്കളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരി അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ വരികയാണ്. ആ സഹോദരി പറഞ്ഞു, ആൻ്റണി, നീ ഒരു പണി ചെയ്യുക, നീ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് ഞാൻ അട്ടപ്പാടി ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി അവിടെ വന്ന് ഈ പ്രാർത്ഥന എഴുതിയിട്ടു. എന്നിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആരാധനയുടെ സമയത്ത് എല്ലാവരും യേശുവേ എന്ന് ചങ്കുപൊട്ടി ഉറച്ചു വിളിക്കുന്ന സമയത്ത് ഇതാ സ്റ്റേജിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരം കഴുത്തിന് കീഴ്പോട്ട് കംപ്ലീറ്റായി തളർന്നു പോയ ആൻ്റണി എന്ന് പറയുന്ന വ്യക്തിയെ മൈലുകൾക്കപ്പുറത്ത് യേശു സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന നിമിഷം ആൻ്റണി പറയുക, എൻ്റെ ശരീരത്തിൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒരു കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ ആൻ്റണി അവിടുന്ന് അലറി നിലവിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് ഭാര്യ ഓടി വന്നു. അദ്ദേഹം എന്നെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. ആ ആൻ്റണി ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏകദേശം 10 വർഷത്തോളം മേലെയായി ആൻ്റണി ഇന്ന് ഓടി നടക്കുന്നു. അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആൻ്റണിയുടെ കുടുംബം ദൈവം സഹായിച്ച് അദ്ദേഹത്തിന് ഭവനം ലഭിക്കാൻ ഇടയായി. ഒത്തിരി അഭ്യുദയകാംക്ഷികൾ പല രൂപത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. കുടുംബത്തിലൊക്കെ അത്യാവശ്യം ഒരു സ്വന്തം വീട് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം സുവിശേഷ വേലയിലാണ്. അദ്ദേഹം പലതവണ എൻ്റെ അടുത്ത് കൺവെൻഷനൊക്കെ വരുമ്പം സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആൻ്റണിയുടെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത്? ഈ മകനെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു ദേവാലയത്തിലെത്തുമ്പോൾ അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജന്മന അന്ധനായ ഒരു വ്യക്തിയെ കാണുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ധത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗൗരവമായ ഒരു ശാരീരിക വൈകല്യത്തിൻ്റെ കാരണം അത് ആരുടെയെങ്കിലും പാപത്തിൻ്റെ പരിഹാരമാണ് എന്നവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
യേശുവേ, ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചത് ഇവന്റെ കുറ്റം കൊണ്ടാണോ, ഇവന്റെ അപ്പന്റെ കുറ്റം കൊണ്ടാണോ, ഇവന്റെ അപ്പൂപ്പന്റെ കുറ്റം കൊണ്ടാണോ? ആരുടെ കുറ്റം കൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? അപ്പോൾ 9-ാം അധ്യായത്തിൽ യോഹന്നാൻ 9:3 യേശു പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ചില സഹനങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാനുള്ള അവസരങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഇന്ന് ഈ സമൂഹത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. മാറാവ്യാധികൾ, ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. തളർവാദ രോഗികൾ ചാടി എഴുന്നേൽക്കട്ടെ. ഓ കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അപസ്മാര രോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ബൈബിൾ വെളിപ്പെടുന്നത് സഹനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ചില സഹനങ്ങൾ, അത് ശിക്ഷണമാണ്. ശിക്ഷയല്ല, ശിക്ഷണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വചനം പറയുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവാക്യങ്ങളിൽ വചനം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശിക്ഷണത്തിന് വേണ്ടിയാണ് സഹിക്കേണ്ടത്. തുടർന്ന് വചനം ചോദിക്കുകയാണ്, പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കേണ്ട ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണെന്ന് വരും. അതായത് നമുക്കറിയാം, നിങ്ങളൊക്കെ കൂടുതൽ മാതാപിതാക്കൾ കൂടെയുണ്ട്. നിങ്ങളുടെ മക്കളെ ശാസിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ ശിക്ഷിക്കുന്നത്? ആ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് കരുതിയ ആ ശിക്ഷണയും ശാസനവും അവർക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പോൾ മുറിപ്പെടുത്തലാകാം. എങ്കിൽ പോലും ആത്യന്തികമായി ഓരോ അപ്പനും അമ്മയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ ശിക്ഷിക്കുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ വചനം പറയുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, പുത്രന്മാരും പുത്രികളും ആയതുകൊണ്ട് നമ്മളെ ദൈവം ചിലപ്പോൾ ശിക്ഷിക്കും. താൻ സഹിക്കുന്നവരെ അവിടുന്ന് ശിക്ഷിക്കും, ശാസിക്കും. കാരണം ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കണ്ടിട്ടുണ്ട് അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം ചില ശിക്ഷണത്തിന് വേണ്ടി ചില സഹനം അനുവദിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറിയ അനേകം വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ സമ്പത്തും ആയുസ്സും ആരോഗ്യം ഉണ്ടായിരുന്നു, ബിസിനസ് അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന സമയത്ത് പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, കൂദാശ വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിച്ചിരുന്ന കാലഘട്ടത്തിൽ ചീത്ത കൂട്ടുകെട്ടുകളും മദ്യപാനവുമായി ജീവിതം മുഴുവൻ പിശാചിനും കൂട്ടാളികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം അപ്രതീക്ഷിതമായി സാമ്പത്തിക മേഖലയിൽ ഒരു തിരിച്ചടി വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലും രോഗങ്ങളായിട്ടോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളായിട്ടോ ചില ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തികൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അനേകം അനുഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവരും ഇത് കേട്ട് അനേകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് നിങ്ങളൊക്കെ, ഞാനും നിങ്ങളൊക്കെ അല്പമൊക്കെ ദൈവഭക്തരായി മാറാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില തിരിച്ചടികളൊക്കെയാണ്. കാരണം ശിക്ഷണം ലഭിക്കുമ്പോഴാണ് നമ്മൾ തിരുത്തപ്പെടുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഉയർച്ചയിൽ ദൈവത്തെ മറക്കാനാണ് എളുപ്പം. എന്നാൽ നമുക്കൊരു വേദന വരുമ്പം, ഒരു സങ്കടം വരുമ്പം, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയിരുന്നാൽ പലപ്പോഴും ഉറക്കമൊക്കെ വരാൻ സ്വാഭാവികമാണ്, ഇല്ലേ? നമുക്ക് കാരണം എല്ലാ നന്നായിട്ട് പോകുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കുടുംബത്തിൽ മക്കളും എല്ലാം നന്നായിട്ട് പോകുന്നു, സമ്പത്തൊന്നും വലിയ കുഴപ്പമില്ല, നമുക്കൊന്നും ഈ പ്രളയത്തിൻ്റെ വിഷമമൊന്നും ഏറ്റിട്ടില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട്, ഉറപ്പാണ്. എന്നാൽ നാളെ രാവിലെ 9 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട മേജർ ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് നടക്കുകയാണെന്ന് കരുതട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? നിങ്ങളെ തൊടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തു നോക്കിയേ, ഗത്സമനിൽ വെച്ച് യേശു തീവ്രമായ വേദനയായ രക്തം വിയർക്കുമ്പോൾ 3 പേര്, അത് സഭയിലെ ആദ്യത്തെ മെത്രാൻ സഹിതം 3 പേര് പോത്തുപോലെ കിടന്നുറങ്ങുക. കാരണം എന്താ? അവർക്കൊരു കുരിശുമരം കയറാനില്ല, അവർക്കൊരു കുരിശുമരം ചുമക്കാനില്ല, അവർക്കൊരു കാൽവരി കയറാനില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാൽവരി കയറാനുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന വിരസമായി തോന്നില്ല.
നമ്മുടെ ജീവിതത്തിൽ നീറുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തെ വിളിക്കാൻ മടിയില്ല. ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു കൺവെൻഷൻ വേണ്ടി ചെന്നു. ആ കൺവെൻഷൻ വെച്ച സമയത്ത് അവിടുത്തെ ഏതാനും ചില തലമൂത്ത പ്രമാണികളായ ചേട്ടന്മാർ ആ കൺവെൻഷൻ ഏറ്റവും പുറകിൽ വന്ന് കയ്യും കെട്ടി യേശു എന്ന് വിളിക്കുമ്പോൾ യേശു എന്ന് വിളിക്കാതെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിപ്പിക്ക്, അല്ലെങ്കിൽ ഒന്ന് കൈ ഒന്ന് ഉയർപ്പിക്കുന്നൊക്കെ പറഞ്ഞ് മല്ലടിച്ച് നിന്ന് ആ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രമാണിമാർ പിറ്റത്തെ 2 വർഷത്തിന് ശേഷം ഞാൻ അവിടെ ചെന്നപ്പം ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ വിചാരിച്ച എന്ത് പറ്റി ഇങ്ങനൊരു വല്ലാത്തൊരു മനംമാറ്റം? അച്ഛൻ പറഞ്ഞു, അച്ഛൻ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു ചെറിയ കൊട്ടു കൊടുത്തു. ഇവര് 4 പേര് കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ഫാക്ടറി തുടങ്ങിയതാ. ആ ഫാക്ടറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോൺ എടുത്ത് വാങ്ങിച്ചു. അവസാനം അത് വലിയ കടഭാരമായി, ഉള്ള കടപ്പാടും പോലും വിറ്റ് കഴിഞ്ഞപ്പം ആ പുറകിൽ നിന്ന് ആളുകൾക്ക് മുന്നിൽ വരാൻ പറ്റി. അപ്പം ദൈവം ചിലപ്പോൾ ചില കൊട്ട് തരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താനുമാണ്. അതുകൊണ്ട് സഹനം ശിക്ഷണമാണ്, തിരിച്ചറിയണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയാൻ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 17-ാം വാക്യം, നാം മക്കളാണെങ്കിൽ അവകാശികളാണ്. നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്. അപ്പോൾ യേശു അനുഭവിച്ച പീഡകളൊക്കെ അതിൻ്റെ അവകാശം ദൈവം നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 5:10 ഇങ്ങനെയാണ് പറയുക, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പൂർണ്ണനാക്കുവാനും ശക്തീകരിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷമേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ പുത്രി തന്നിഷ്ടക്കാരിയായിട്ട് മാറും. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്. അതായത് മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നത് പോലെ ശിക്ഷണം കിട്ടാത്ത മക്കള് തന്നിഷ്ടക്കാരായി മാറും. അപ്പം ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ പിതാവായ ദൈവം നമ്മൾ ദൈവത്തിന് അനുയോജ്യരാക്കി തീർക്കാൻ വേണ്ടി ചില ശിക്ഷണങ്ങൾ അനുവദിക്കുന്നു എന്നാണ് ബൈബിൾ പറയുക. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 30-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്, മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീല സ്വഭാവങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു, കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. മുറിപ്പെടുത്ത ചില താടനങ്ങൾ, ചില ശിക്ഷണങ്ങൾ പ്രിയപ്പെട്ട ദുശീല സ്വഭാവങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. കനത്ത അടി മനസ്സിൻ്റെ ചില അസ്വസ്ഥതകളെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാൽ ദൈവം ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവം നമ്മളെ ശിക്ഷണത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം ചില ശിക്ഷണങ്ങൾ, ചില സഹനങ്ങൾ, രക്ഷാകരമായ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതായത് വചനം പറയുന്നത് ഇങ്ങനെയാണ്, 119-ാം സങ്കീർത്തനം 71-ാം വചനം പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. എൻ്റെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ കടന്നു വന്നപ്പോഴാണ് ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയത്. വീണ്ടും 119-ാം സങ്കീർത്തനം 67-ാം വാക്യം പറയുന്നു, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താനുള്ളൊരു വഴിയായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം സഹനത്തെ അനുവദിക്കാൻ സാധ്യതയുണ്ട്. നീ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നീ സഹനത്തിലൂടെ കടന്നു പോകണം. വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം സഹനത്തിലൂടെ കൊണ്ടുപോകും. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ പറയുന്നതാണ്, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അതായത് ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില അവസരങ്ങൾ ഒരുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോബിന്റെ ജീവിതത്തിൽ ദൈവനെ പരീക്ഷിച്ചു നോക്കുകയാണ്. ജോബിന്റെ ചരിത്രം നമുക്കറിയാം. ജോബ് നീതിമാനെന്ന് ദൈവം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഏക വ്യക്തിയാണ് ജോബ്. ജോബ് നീതിമാനാണ്. ഈ നീതിമാനായ ജോബിനെ പരീക്ഷിക്കാനായി ദൈവം സാത്താൻ അനുവദിക്കുകയാണ്. ചിന്തിക്കണേ മക്കളെ, ദൈവിക സംരക്ഷണത്തിലെ വേലി കെട്ടി സുരക്ഷിതം ഏർപ്പെടുത്തിയ ജോബിനെ തൊടാൻ സാത്താന് ദൈവം അനുമതി കൊടുത്തപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പീഡകൾ കടന്നു വന്നത്. അപ്പൊ ചില സഹനങ്ങൾ ദൈവം തന്നെ അനുവദിക്കുന്നതാ. എന്തിനു വേണ്ടി? ഇവന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി.
അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം പരീക്ഷണം കൊടുത്തു. നീ ഒരു വിശ്വാസിയാണെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഉറപ്പ് നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു പരീക്ഷണം ഉണ്ടാവും, ഒരു പരീക്ഷ ഉണ്ടാവും. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരീക്ഷ ഉണ്ടാവും. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരിയേറെ ആഗ്രഹിച്ചു, പലരും പറഞ്ഞു നടക്കുമെന്ന്, നടന്നില്ല. അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ച് എടുത്ത ഒരു ജീവിത ഒരു തുടങ്ങിയ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജോലി, തകർച്ചകൾ കടന്നു വരാം, അസ്വസ്ഥതകൾ കടന്നു വരാം. ദൈവം ഒരു പരീക്ഷണം ഏർപ്പെടുത്തുക. പൊന്നുമക്കളെ, ഈ പരീക്ഷയിൽ വിജയിക്കണം. യാക്കോബ് ലേഖനം പറയുന്ന 1-ാം അധ്യായം പറയുന്ന പോലെ പരീക്ഷിക്കപ്പെടുമ്പോൾ ആണല്ലോ നിന്റെ വിശ്വാസത്തിന് സ്ഥിരതയുണ്ടാവുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നിന്റെ വിശ്വാസത്തിന് മാറ്ററിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പോലെ, തോബിയാസിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പോലെ, അബ്രാഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പോലെ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരവസരമാക്കി മാറ്റും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരീക്ഷിച്ചു നോക്കാൻ ദൈവം ഒരു അവസരമാക്കി സഹനത്തെ മാറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സുധാകരൻ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിൽ അല്ല, സഭയുടെ ചരിത്രം പഠിക്കുമ്പം അനേകം വ്യക്തികളെ അവരുടെ വിശ്വാസത്തിൽ പരീക്ഷിക്കുകയും ശോധന ചെയ്യുകയും, പ്രഭാഷകൻ 2:5 പറയുന്നത് പോലെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം, സ്വർണം പോലെ ദൈവത്തിന് പ്രീതികരമായവര്. അതായത് അഗ്നിയിൽ പ്രിയപ്പെട്ടവരെ സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെയാണ് സഹനത്തിന്റെ തിരിച്ചുളിയിൽ കർത്താവിന് സ്വീകാര്യരായവര്. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കിയേ, എത്രയോ വ്യക്തിയുടെ ജീവിതങ്ങൾ സഭയിലുണ്ട്. ദൈവം പ്രിയപ്പെട്ടവരെ ഒരു അഗ്നിയിൽ ശോധന ചെയ്തെടുക്കുന്ന സ്വർണവും അതുപോലെ മറ്റ് പദാർത്ഥങ്ങളും അതിൻ്റെ വെണ്മ, അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നത് അഗ്നിയിലാണ് എന്ന് പറയുന്നത്, സഹനത്തിന്റെ അഗ്നിയിലാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ, സഭയിലെ ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഹെൻറി സോസോ. ജർമ്മൻകാരനായ ഹെൻറി സോസോമിൻ്റെ ജീവിത കഥ വളരെ വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്നതാണ്. കാരണം ഈ മനുഷ്യൻ വളരെ വിശുദ്ധനായ മനുഷ്യൻ, ഒത്തിരിയേറെ നല്ല നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അങ്ങനെ ഈ ആധ്യാത്മിക ഗുരുവായി എല്ലാവരുടെയും പേര് പാത്രീഭൂതനായ ഒരു നല്ല മനുഷ്യനാണ് ഹെൻറി സോസോ എന്ന് പറയുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽപ്പടിയിൽ ഒരു മുട്ട് കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നപ്പം ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി പൊക്കത്ത് ഒരു കുഞ്ഞുമായി കടന്നു വന്നു. ഇത് അവിടെ നിൽക്കുകയാണ്. ആ കുഞ്ഞിനെ ഈ ഹെൻറി സോസോയുടെ കൈ വെച്ചു പറഞ്ഞു, ദേ തൻ്റെ പാപത്തിൻ്റെ ഫലം എടുത്തോടോ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ അവിടുന്ന് വിട്ടകന്നു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹെൻറി സോസോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ല. അത് പറയുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഇതാ തൻ്റെ പാപത്തിന് ശമ്പളം പിടിച്ചോടോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഈ കുഞ്ഞിനെ കൊടുത്തേച്ച് വിട്ടടിച്ചു പോയി. കണ്ടവരും കേട്ടവരും ഓർത്തു, ഓഹോ, ആള് മോശക്കാരനായിരുന്നല്ലേ, ഇത്രയും നാൾ കപടവേഷം പൊയ്മുഖം അണിയായിരുന്നല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ അദ്ദേഹം കയറി ചെന്നു ചാപ്പലിലേക്ക്. അവിടെ ചെന്ന് ഒരു തൂങ്ങപ്പെട്ട രൂപമുണ്ട്, ആ രൂപത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും അപ്പവും ജലവും ലഭിക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 30-ാം അധ്യായത്തിൽ 20 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന ആത്മീയ സത്യമാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും അപ്പവും ജലവും ലഭിക്കുമ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? വചനം പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് യെശയ്യാ പ്രവചനം അതിൻ്റെ 30-ാം അധ്യായത്തിൽ 20 തിരുവാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്ന ഇങ്ങനെയാണ്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ലഭിച്ചാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ ഒരു സ്വരം കേട്ടും, ഇതാണ് വഴി, ഇതിലേ പോവുക. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ അർത്ഥം? നിന്റെ ജീവിതത്തിൽ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ലഭിച്ചാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ആരാ നിന്റെ ഗുരു? ആ കാൽവരി കുന്നില് 2 കൈയും വിരിച്ചു കിടക്കുന്ന ഒരു അപ്പനുണ്ട്, അവനാ എൻ്റെ ഗുരു. ആ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് ചൊല്ലുണ്ടല്ലോ. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ നിന്റെ കാതിൽ ഒരു പിറകിൽ ഒരു സ്വരം കേൾക്കും, മകനെ മകളെ, ഇതാണ് വഴി, ഇതിലേ പോവുക. സൂസ എന്ന് പറയുന്ന ഹെൻറി സോസോ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്നു. ആ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കി. ആ മുഖം യേശുവിന്റെ മനസ്സ് വെളിപ്പെടുത്തി കൊടുത്തു. മോനെ, നീ ആരോടും പരാതി പറയണ്ട, ആരോടും കുറ്റപ്പെടുത്തണ്ട. ഈ നിന്നെ ഞാൻ ഒന്ന് പരീക്ഷിച്ചറിയുകയാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹം ന്യായീകരിക്കാൻ നിന്നില്ല. ആരുടെ മുമ്പിലും പോയി ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല. ആ കുഞ്ഞിനെ വളർത്ത് വലുതാക്കി എല്ലാവരുടെയും പരിഹാസം ഏറ്റുവാങ്ങി ഈ മനുഷ്യൻ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പടുവൃദ്ധയായ ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വന്നു.
ആ സ്ത്രീ കൂനിയാണ് വരുന്നത്, ഒരു വളരെ രോഗിണിയാണ്. ആ സ്ത്രീ വന്ന് ആ വിശുദ്ധൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, പിതാവേ എന്നോട് പൊറുക്കണം. അവിഹിത ബന്ധത്തിലൂടെ എനിക്കുണ്ടായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നൊരു നുണ പറഞ്ഞ് ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചത്. തെറ്റുകാരി ഞാനാണ്, അങ്ങ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ സഹോദരി പൊട്ടിക്കരഞ്ഞു. അന്നാണ് ആളുകൾ അറിയുന്നത് ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രയോ വേദനയുടെ തിക്തമായ അനുഭവങ്ങളാണ് കടന്നുപോയത്. പൊന്നുമക്കളെ, നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ഉദാഹരണത്തിന് ചെയ്യാത്തൊരു കുറ്റത്തിന് ഭർത്താവ് ഭാര്യയെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പ്രൈസ് ദി ലോർഡ്. വേണ്ട, ചെയ്ത കുറ്റത്തിന് തന്നെ പറഞ്ഞാൽ തന്നെ പല്ല് അംഗവും പടമായിരിക്കും. ചെയ്യാത്ത കുറ്റമാണെങ്കിൽ നമ്മൾ പല്ല് നോക്കി ഞാൻ ചെയ്തിട്ടില്ലേ നമ്മൾ ആക്രോശിക്കും, നമ്മളെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നിശബ്ദമായി ഏറ്റെടുത്തു. അത് മനുഷ്യൻ അനുഗ്രഹമായിട്ട് മാറി. നമ്മൾ ഈ ഹെൻറി സോസോ എന്ന് പറയുന്ന ജർമ്മനിലെ വിശുദ്ധൻ്റെ കാര്യമൊന്നും പറയണ്ട. എന്തിനേറെ 1960-കളിൽ കേരളത്തിൽ നടന്ന അതിപ്രധാനമായ ഒരു വലിയ കൊലക്കേസാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് ഓണംകുളത്തച്ഛൻ ബന്ധപ്പെട്ട മറിയക്കുട്ടി കൊലക്കേസ്. ആ കൊലക്കേസിൽ പ്രിയപ്പെട്ടവരെ, ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികൻ, ആ വൈദികനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊലപാതകയെ ചിത്രീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച സെഷൻസ് കോടതി അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ചു. ഈ ഇരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് പ്രിയപ്പെട്ടവരെ സുപ്രീം കോടതിയിലെ 2 പ്രധാനപ്പെട്ട വക്കീലന്മാർ വന്ന് വാദിച്ച് ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. അന്നും ഇന്നത്തെ പോലെ മാധ്യമങ്ങൾ സഭയ്ക്കെതിരെ ഒത്തിരി പറഞ്ഞു വെച്ചു. മാധ്യമങ്ങൾ പറഞ്ഞു, ദേ നോക്ക്, റോം ഇന്ന് കോടികൾ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു വൈദികനെ മോചിപ്പിച്ചത്, കോടികളാണ് ഈ വക്കീലന്മാർക്ക് കൊടുത്തത്. അതുകൊണ്ട് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പാപികളുടെ പക്ഷം പിടിക്കുന്ന സഭയാണ്. കത്തോലിക്ക സഭയിൽ ഒത്തിരിയേറെ പുഴുക്കത്തുകളുണ്ട്, കൊലപാതകളെ സംരക്ഷിക്കുന്ന സഭയാണെന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളെ, ഈ പത്രമാധ്യമങ്ങൾ പൊടിപ്പും തോങ്ങലും വെച്ച് ഇന്നതിനേക്കാൾ പറ്റുന്ന പോലെ അവർ അന്നും ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? 34 വർഷത്തിന് ശേഷം സത്യം പുറത്തു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 34 വർഷത്തിന് ശേഷം ഈ കൊലപാതകം നടത്തിയ, അതൊരു ഡോക്ടറാണ് നടത്തിയത്, ആ ഡോക്ടർ മരിച്ചുപോയി. ആ ഡോക്ടറുടെ കുടുംബാംഗങ്ങൾ വന്ന് അച്ഛൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അച്ഛാ, ഈ തെറ്റ് ചെയ്ത് ഞങ്ങളുടെ കുടുംബാംഗമാണ്, അദ്ദേഹം ഇന്നില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥകൾ മാറുന്നില്ല, തിന്മകൾ ഒഴിയുന്നില്ല, അച്ഛാ ഞങ്ങളോട് പൊറുക്കണം. ഒരുപക്ഷെ അച്ഛൻ്റെ കണ്ണീരായിരിക്കാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പൊട്ടിക്കറിഞ്ഞ സമയത്താണ് ലോകമറിഞ്ഞത് 34 വർഷത്തിന് ശേഷം ഈ മനുഷ്യൻ നിസ്സഹായനായിരുന്നുവെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വചനം 1 പത്രോസ് 2:19 ഇത് മനസ്സിൽ കുറിച്ചിടുന്ന വചനമാണ്. 1 Peter chapter 2 verse 19. നിങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടുകൂടി വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായിട്ട് മാറും. പറയാം ഹല്ലേലൂയ. Every unjust suffering is going to be followed by a great blessing for you. എല്ലാ തരത്തിലുള്ള അന്യായമായ പീഡനങ്ങൾക്കും അപ്പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അനുഗ്രഹത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി നിന്നെ അഭിഷേകത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ ദൈവം ഒരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ബൈബിളിൽ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. എവിടെയൊക്കെ സഹനങ്ങളിലൂടെ പ്രവാചകന്മാർ കടന്നുപോയോ അവരൊക്കെ വേറെ അഭിഷേകത്തിലേക്കാണ് മാറ്റപ്പെടുക. ഹെൻറി സോസോ എന്ന് പറയുന്ന വിശുദ്ധൻ അതിനുശേഷം വലിയ അനുഗ്രഹങ്ങളുടെ ഒരു നിറകുടമായി മാറി. അതുകൊണ്ട് പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് ചെയ്യാത്ത തെറ്റുകൾ നിങ്ങൾക്കെതിരെ ആരോപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ്, നിന്റെ അന്യായമായി നീ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നീ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, നിനക്ക് അർഹതപ്പെട്ട് പിടിച്ചെടുക്കപ്പെടുമ്പോൾ, നീ ചങ്ക് പറിച്ച് സ്നേഹിച്ചവര് നിന്നെ ഒറ്റിക്കൊടുക്കുമ്പോൾ, നിന്നെ തള്ളിപ്പറയുമ്പോൾ മനസ്സ് പടയ്ക്കും. പക്ഷെ പ്രിയ മക്കളെ, ഏതെല്ലാം സഹനത്തിലൂടെ നീ കടന്നുപോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ബോധ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? വചനം പറയുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഓ, എന്തൊരു വലിയ വചനം അത്! നീ സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും വചനം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നീ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നോക്ക്, നീ ഏത് സഹനത്തിന്റെ സമുദ്രത്തിലൂടെ പോയാലും നദിയിലൂടെ പോയാലും അത് മുക്കിക്കളയാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. വീണ്ടും അതിനെ പറയാണ്,
നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇത്രയും വലിയൊരു ഒരു വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പം മക്കളെ, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും നമ്മൾ എന്തിനാ പതറുന്നത്? നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പൊരുതുന്ന ഒരു രാജാവുണ്ട്. ഈ ദൈവത്തെ മനസ്സിൽ കണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു ലൂക്കാ സുവിശേഷം 9:23 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിന ജീവിതത്തിന്റെ കുരിശുകളും എടുത്ത് എൻ്റെ പിന്നാലെ വരണം. കുരിശില്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് കിരീടമില്ല. മക്കളെ, ഇന്ന് പലപ്പോഴും വേദന വേണ്ട, ദുഃഖം വേണ്ട, സഹനം വേണ്ട, നമുക്ക് സന്തോഷം മതി. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ കർത്താവ് എനിക്ക് സഹനം തരണേന്ന്? പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കില്ല. നമുക്ക് സഹനം കിട്ടുമ്പോൾ ഒഴിവാകാനാ പ്രാർത്ഥിക്കുക. മക്കളെ, സഹനം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേറൊന്നും പ്രാർത്ഥിക്കേണ്ട. കർത്താവേ എൻ്റെ ജീവിതത്തിൽ സഹനം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കരുത്. സഹനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. സഹനവും വേദനകളും, ഒരു രോഗം കഴിയുമ്പോൾ വേറൊരു രോഗം ചിലപ്പോൾ വന്നിരിക്കും, ഒരു ബുദ്ധിമുട്ട് കഴിയുമ്പോൾ വേറൊരു ഇതൊക്കെ തമ്പുരാനോട് ചേർത്ത് വയ്ക്കാനാണ് മക്കളെ. ഈ സഹനവും കഷ്ടപ്പാടും വേദനയൊക്കെ ഉണ്ടെങ്കിലേ കുറച്ചൊക്കെ തമ്പുരാനോട് ചേർന്നിരിക്കാൻ പറ്റൂ. എല്ലാം മംഗളമായി കഴിഞ്ഞാൽ നാം മറക്കും ദൈവത്തെ. ഏതൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം മംഗളമായാൽ, എല്ലാം കാര്യം അപ്പോൾ നടന്നാൽ ദൈവത്തെ മറക്കാൻ സാധ്യത ഏറെയുണ്ട് മക്കളെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന ഓരോ സഹനത്തിൻ്റെ പിന്നിലും ഒരർത്ഥമുണ്ട്. നീ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്ക് മുമ്പിലും ഒരർത്ഥമുണ്ട്. നീ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടുകൂടി വേദനകൾ നീ ക്ഷമാപൂർവ്വം സഹിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുകയാണല്ലോ പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവാക്യം, നിയമാവർത്തനം 32:10 പറയുകയാണ്, അവിടുന്ന് അവനെ വിജനതയിൽ, മരുഭൂമിയിൽ വിജനത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവൻ അവിടെ കണ്ടെത്തി. അതായത് ദൈവം ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? നിയമാവർത്തന പുസ്തകം 32 പറയാണ്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ വിജനത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവനെ കണ്ടെത്തുക. ആരുമില്ലാത്ത അവസ്ഥയിൽ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവിടുന്ന് അവനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിക്കും. നീ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല, ദൈവം മാത്രം ആശ്രയം എന്ന് പറഞ്ഞ് ദൈവത്തെ നീ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ദൈവം കടന്നു വന്ന് നിന്നെ വാരിപ്പുണർന്ന് കണ്ണിലുണ്ണിയായി പരിചരിക്കും. വീണ്ടും വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. നമുക്കറിയാം മരുഭൂമി അനുഭവം. മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ആരുമില്ല സഹായിക്കാൻ. എങ്ങോട്ട് നോക്കിയാലും ശൂന്യത മാത്രം. ഈ അവസ്ഥയിലാണ് ദൈവം നിന്നെ കണ്ടെത്തുക. എന്നിട്ട് ഈ ഒറ്റപ്പെട്ട അവസ്ഥ കണ്ടെത്തി നിന്നെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം കണ്ണിലുണ്ണിയായി നിന്നെ പരിചരിക്കും. എന്നിട്ട് വചനം പറയാണ്, കൂട് ചലിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് പറക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ താങ്ങുകയും ചെയ്യുന്ന കഴുകനെ പോലെയാണ് ദൈവം. കഴുകനെ കുറിച്ച് പറയാറുണ്ടല്ലോ, കഴുകൻ ഉന്നതങ്ങളിൽ കൂട് കൂട്ടുന്ന പക്ഷിയാണ്. ഈ കൂട് കൂട്ടുന്ന പക്ഷി പ്രിയപ്പെട്ടവരെ, ആ കൂട്ടിലെ മുട്ടകൾ ഇട്ട് ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി വരുന്ന സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പക്ഷി എന്ത് ചെയ്യും? ഈ ഉയരങ്ങളിലുള്ള ഈ ശാഖ അതങ്ങ് അനക്കും. അത് അനങ്ങിക്കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഈ ചിറക് വരാത്ത ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാം, ദൈവമേ എല്ലാം തകർന്നു. പക്ഷേ ഈ സമയത്ത് ഈ തള്ളക്കഴുകൻ പോയിട്ട് അതിൻ്റെ ചിറകിനെ പൊക്കി മുകളോട്ടുണ്ട് വീണ്ടും താഴോട്ടിടും. ഇങ്ങനെ പല ആവർത്തി ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ഉണ്ടാവും. പിന്നെ ഒരു ദിവസം ഈ കൂട് കുലുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ താഴേക്കല്ല മുകളിലേക്ക് പറന്നുയരും. ഇത് കണ്ട് അമ്മ കഴുകൻ സന്തോഷിക്കും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകും. പരാതി പറയല്ലേ. ഇത് നിത്യമഹത്വത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുകയാണ്, തിരിച്ചറിയുക. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായത്തിൽ 19 വാക്യം ഞാൻ പറയാം, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം ക്രിസ്തുവിൽ നിങ്ങളുടെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കും, ശക്തീകരിക്കും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ വചനം പറയുന്നു, യുവാക്കന്മാർ പോലും തളരുകയും ക്ഷണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. നിന്റെ വേദനയിലും ദുഃഖത്തിലും നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ മക്കളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംഭവിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി,
ആ പെൺകുട്ടി നല്ല ഒരു ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവിടെ നടക്കുന്ന യൂത്ത് പ്രോഗ്രാമിലൊക്കെ നന്നായിട്ട് ഇടവകയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ഒരു കണ്ണിൻ്റെ കാഴ്ച ഏകദേശം 90% ഇല്ല, മറ്റൊരു കണ്ണിന് ഒരു 40% കണ്ട് കാഴ്ചയുണ്ട്. ആ ഒരു കണ്ണുകൊണ്ടാണ് ഇവൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി, ഈ കുട്ടിക്ക് അവളൊരു കോണ്ടാക്ട് ലെൻസാണ് കണ്ണിനുള്ളിൽ വെച്ചിരിക്കുക. കോണ്ടാക്ട് ലെൻസ് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ചെറിയ ചെതുമ്പൽ പോലെയുള്ള കോണ്ടാക്ട് ലെൻസ്. ഇത് വെച്ചാണ് ഇവൾ കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഇടവകയിലെ യുവജനങ്ങളെല്ലാം കൂടി അവർ ട്രക്കിംഗ്, മല കയറാനായിട്ട് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു. ഇപ്പോൾ അമേരിക്കൻ നാടുകളിലൊക്കെ ഒരു വിനോദമാണ് യുവജനങ്ങളുടെ ഒരു സാഹസിക യാത്രയാണ്. ഇപ്പോൾ ഈ ദുർഘടം പിടിച്ച ചെങ്കുത്തായ മലനിരകൾ കയറുക എന്നുള്ളവർക്ക് ഒരു രസമാണ്. അപ്പോൾ അവർ ഈ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവർ ക്രിസ്റ്റീനെ വിളിച്ചു. ക്രിസ്റ്റീന, നീ കൂടെ വാ, നമുക്ക് ഇതിന് പോകാം. അപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞോ, ഞാൻ വരുന്നില്ല. കാരണം എന്തറിയാവോ, ഒന്നാമത്തെ കാര്യം, അത് വലിയ ചെങ്കുത്തായ മലയാണ്, അവിടെ വഴികളൊന്നുമില്ല. മാത്രമല്ല എനിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ട്, അവിടെ മൂടൽമഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കയറാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഉടനെ കൂട്ടുകാരികൾ പറഞ്ഞു, അയ്യോടെ താനില്ലെങ്കിൽ ആകപ്പാട് ഒരു രസം ഉണ്ടാവില്ല, ഇത് ഞങ്ങളല്ലേ കൂടെയുള്ളത്, ഞങ്ങൾ പിടിച്ചോളാം, എനിക്കൊന്നും സംഭവിക്കില്ല. അവൾ വന്ന് ഇവിടെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി പ്ലീസ് ക്രിസ്റ്റീനെ എങ്ങനെയെങ്കിലും വിട്, ഞങ്ങൾക്ക് അവളില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി അപ്പം പറഞ്ഞു, എന്നാൽ ശരി മോളെ, അവരൊക്കെ കൂടെ ഉണ്ടല്ലോ, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അല്പം മനസ്സില്ലാ മനസ്സോടെ എന്നാൽ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ ക്രിസ്റ്റീനയും കൂട്ടരും അവരുടെ ഈ മലകയറ്റം ആരംഭിക്കുകയാണ്. ആടിയും പാടിയും അവർ ആ ചെങ്കുത്തായ മലകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം എത്തി. വലിയ നല്ല വഴിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെറിയ നടപ്പുപാത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 1/4 ഭാഗത്തോളം കയറി കഴിഞ്ഞു. അതിനുശേഷം മുന്നോട്ട് കയറാൻ തുടങ്ങുമ്പം എവിടെയോ ഒരു കല്ലിൽ ചവിട്ടിയ ഉടനെ ഈ ക്രിസ്റ്റീനയുടെ കാലങ്ങ് വഴുതി. അവൾ വീഴാൻ തുടങ്ങിയെങ്കിലും വീണില്ല. അതിനു മുമ്പ് അവൾ താഴെ പോയി കൈ കുത്തി. അവളുടെ കൂട്ടുകാർ അവളെ പൊക്കിയെടുത്തു. അപ്പോൾ ഇവൾ വീണില്ല, ഒന്നും പറ്റിയില്ല. പക്ഷെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ സംഭവിച്ചതറിയാമോ, ഇവളുടെ കണ്ണിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കോണ്ടാക്ട് ലെൻസ് വീണുപോയി. ഈ കോണ്ടാക്ട് ലെൻസ് ഇത്രയുള്ള സാധനം, അത് വീണുപോയി. അവിടെ എങ്ങും നോക്കിയിട്ട് കിട്ടുന്നത് ചെതുമ്പൽ പോലെയാണ്. ഈ കുഞ്ഞിന് ഇതില്ലെങ്കിൽ അവൾക്ക് ഒന്നും കാണാനും പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും? കംപ്ലീറ്റ് അവൾക്ക് അന്ധകാരമാണ് മുമ്പിൽ, ഒന്നും കാണാൻ പറ്റുന്ന. ആളിങ്ങനെ മരം പോലെയൊക്കെ കാണത്തുള്ളൂ. ആൾ പറഞ്ഞു, എനിക്ക് കാണാം. അവർ മുഴുവൻ അന്വേഷിച്ച് അരിച്ചു പെറുക്കിയിട്ട് സാധനം കാണുന്നില്ല. ഇപ്പം എന്ത് ചെയ്യാനാ? അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു പണി ചെയ്യാം, നമുക്ക് ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് തിരികെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് വന്നല്ലേ, നിങ്ങൾ തിരികെ പോകുമെന്നും വേണ്ട, ഒരു പണി ചെയ്യുക, ഞാനിവിടെ ഇരിക്കാം, ഈ മരത്തണലിൽ ഞാൻ ഇരുന്നോളാം. നിങ്ങൾ മോളി മല കയറിയിട്ട് അത് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ തിരിച്ചു വരുമല്ലോ, അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ഇപ്പം ഞാൻ കാരണം നിങ്ങളുടെ എൻജോയ്മെൻറ്റ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടിരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കൂട്ടൊന്നും ഇരിക്കേണ്ട, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ പോകുന്നതാണ് ഇതിൽ. സോ ആരും കൂട്ടിരിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാം പറഞ്ഞു വിട്ടു. അവൾ അല്പം വാട്ടർ ബോട്ടിലും 1-2 ബന്നൊക്കെ ആയിട്ട് സ്വീറ്റ്സൊക്കെ ആയിട്ട് അവളോട് ഇരുന്ന്. പക്ഷെ അവൾ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. ഒരു മരത്തണലിൽ അവൾ ഇരിക്കുകയാണ്. അവൾ പറഞ്ഞു, വരണ്ടായിരുന്നു, ഏത് നേരത്തെ വരാൻ തോന്നിയത്, ഇപ്പം ഇത്രയും വലിയ ഈ കുന്ന് എങ്ങനെ താഴേക്ക് ഇറങ്ങും, ആകെപ്പാടെ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾ തമ്പുരാനോട്, കർത്താവ് എന്തിനാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവൾ നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്, നിന്നോടൊക്കെ ആലോചന ചോദിച്ചിട്ടല്ലേ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പല ഗ്രൂപ്പുകൾ ഇങ്ങനെ മല കയറാൻ വേണ്ടി വേറെ ഗ്രൂപ്പുകൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് അതിലേക്ക് കയറി വരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ സ്വരം ഇവിടെ കേൾക്കുകയാണ്. ഏയ് ഫ്രണ്ട്സ്, യു വാണ്ട് ടു സീ സംതിങ് വണ്ടർഫുൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതകരമായ ഒരു കാഴ്ച കാണണോ എന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് ചോദിക്കുന്ന ഒരു സ്വരം. പക്ഷെ ഇവിടെ ചെവി ഓർത്തു, എന്താണ്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കണ്ട കാഴ്ച എന്നറിയാമോ? ഒരു കട്ടുറുമ്പ്. മനസ്സിലായോ? ആ മുഴുത്ത ഒരു കട്ടുറുമ്പ് ഒരു കോണ്ടാക്ട് ലെൻസ് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കമ്പയെ കൂടെ ഒരു പാറയിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. ഇതാണ് അദ്ദേഹം വിളിച്ച് കാണുന്നത്. ഇത് കണ്ടോ ആർക്കെങ്കിലും ഹാസ് ലോസ്റ്റ് യുവർ കോണ്ടാക്ട് ലെൻസ്? അദ്ദേഹം ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഉടനെ ഈ ക്രിസ്റ്റീന കേട്ടു. അവൾ പറഞ്ഞു, യെസ്, എൻ്റെ കോണ്ടാക്ട് ലെൻസ് കാണാതെ പോയിട്ടുണ്ട്. ഉടനെ എന്ത് ചെയ്തു? ഈ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് ഈ കോണ്ടാക്ട് ലെൻസ് പിടിച്ചു വലിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെൺകുട്ടി കൊണ്ട് കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരൊക്കെ വന്നപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ സന്തോഷത്തോടെ മലയിറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് ഡാഡിയോട് പറഞ്ഞു, ഡാഡി, യു നോ സംതിങ് വണ്ടർഫുൾ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എന്തോ മനോഹരമായ ഒരു കാര്യം സംഭവിച്ചു. ഡാഡി ചോദിച്ചു, എന്താ മോളെ അത്? അവൾ കാര്യം പറഞ്ഞു. ഡാഡി, ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ വീഴാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കോണ്ടാക്ട് ലെൻസ് നഷ്ടപ്പെട്ടതും അവസാനം അവർ എന്നെ കൂടാതെ മുകളിലോട്ട് പോയതും പിന്നീട് ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇത് കണ്ടതും ഈ കട്ടുറുമ്പിൻ്റെ വായിൽ നിന്ന് ഇത് പിടിച്ചെടുത്തുന്ന കാര്യമൊക്കെ ഇവിടെ വിവരിച്ചു കൊടുത്തു. അപ്പം ഭയങ്കര സന്തോഷമായി.
ഈ ഡാഡി നല്ലൊരു ചിത്രകാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം നല്ലൊരു ക്യാൻവാസിൽ ഈ ചിത്രം അദ്ദേഹം വരച്ചു വെച്ചു. ആ വരച്ചത് ഇങ്ങനെയാണ്: മനോഹരമായ ചെങ്കുത്തായ ഒരു പാറക്കെട്ട്, അവിടെ ഒരു മരത്തണലിൽ ഇവള് ക്രിസ്റ്റീന എന്ന പെൺകുട്ടി ദുഃഖിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഒരു പാറയുടെ ചെരുവിലൂടെ ഒരു കമ്പിലൂടെ ഒരു കോണ്ടാക്ട് ലെൻസും കടിച്ചു പിടിച്ച് ഒരു ഉറുമ്പ് നടന്നു പോകുന്ന ചിത്രം അദ്ദേഹം വരച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ എഴുതി. ആ ക്യാപ്ഷൻ എന്നറിയാമോ? ഈ ഉറുമ്പിൻ്റെ ആത്മകഥം പോലെയാണ് എഴുതി വെച്ചത്. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ ഈ ചുമക്കുന്ന സാധനം എന്തെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സാധനം കൊണ്ട് എനിക്കൊരു പ്രയോജനമൊട്ടില്ല താനും. എങ്കിലും ഞാനിത് വഹിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിത് വഹിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ എനിക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ഉപകാരമായിരിക്കും. പൊന്നു മാതാപിതാക്കളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദന എന്തിനാന്ന് ഒരുപക്ഷെ നിനക്ക് പോലും അറിയില്ല. പക്ഷേ തമ്പുരാനോട് പറ: കർത്താവേ, എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഈ ഒരു വേദന, എൻ്റെ ജീവിത പങ്കാളി മൂലമുണ്ടാകുന്ന ഈ നൊമ്പരം, എൻ്റെ മകൾ വഴി ഉണ്ടാകുന്ന വേദന എന്തിനാണ്? ഈ രോഗം എന്ത് എനിക്കറിയാൻ പാടില്ല ദൈവമേ. പക്ഷേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ ഞാനിത് പിറുപിറുപ്പ് കൂടാതെ വഹിക്കാൻ തയ്യാറാ. ഒരുപക്ഷെ എനിക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഇത് അനുഗ്രഹമായിരിക്കും. പിന്നെ മക്കളെ, ഈ ചിന്തയോടുകൂടി നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ വരുമ്പോൾ അതിനെ രക്ഷാകരമാക്കി മാറ്റിയാൽ നീ അനുഗ്രഹം പ്രാപിക്കും. മറിച്ച് നമ്മൾ അതിനോട് മല്ലടിക്കുകയും മർദ്ദലിക്കുകയും ചെയ്ത് അതിനെ കുറ്റപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ, ഇടതുവശത്തെ കളരെ പോലെ എല്ലാ കാരണക്കാരെ കുറ്റം പറഞ്ഞ്, ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ്, അപ്പനെയും അമ്മയും കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതം നശിപ്പിച്ചാൽ പൊന്നു മക്കളെ നമ്മൾ ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. ആ കുരിശ് നീയും ഞാനും ചുമന്നേ മതിയാവൂ. അത് നമുക്ക് താങ്ങാനാവുന്നതിലും വലിയ ഭാരമുള്ള കുരിശ് ഒരിക്കലും തമ്പുരാൻ തരില്ല. നിനക്ക് കുരിശ് വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അതിനുള്ള തരാനുള്ള ശക്തി തമ്പുരാൻ തരും. ആ ശക്തി നീ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ദിവസം കണ്ണുകൾ അടച്ചു പിടിക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാവോ? പൊന്നുമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അന്യായമായ ഒത്തിരിയേറെ വേദനകളുടെ ഒരു ഭാരമുണ്ട്. എൻ്റെ കടബാധി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എൻ്റെ ജീവിത പങ്കാളിയുടെ ദുശീലം, എൻ്റെ മക്കളുടെ ദുസ്വഭാവം, എന്തുകൊണ്ട് എൻ്റെ സാമ്പത്തിക തകർച്ചകൾ, എന്തുകൊണ്ട് എത്ര ദിവസം മാറാത്ത ഈ രോഗം, എന്തുകൊണ്ട് എന്നെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, എന്തുകൊണ്ട് ഈ തകർച്ച എൻ്റെ കുടുംബത്തിൽ? മക്കളെ, ഇതിൻ്റെ കാരണക്കാര് ആരെങ്കിലും ആയിരിക്കട്ടെ. അവരെ കുറ്റപ്പെടുത്താനോ പഴിചാരാനോ അല്ല നാം വിനിയോഗിക്കേണ്ടത്. നാം വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, ദൈവമക്കളായി ജീവിക്കുമ്പോൾ, വചനം പാലിച്ച് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളെ ദൈവം അനുവദിക്കുന്ന സമ്മാനങ്ങളാണ്. പരിശുദ്ധ കന്യകാമറിയെക്കുറിച്ച് പ്രത്യേകിച്ച് ധ്യാനിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മ വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ കർത്താവ് അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും നിറവേറുമെന്ന് വിശ്വസിച്ച് ദൈവഹിതം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അമ്മയെപ്പോലെ ജീവിക്കാൻ വചനം ഓരോ നിമിഷവും അനുവർത്തിക്കാൻ കൃപ നൽകണമേ. ഓ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വേദനകളെക്കുറിച്ചോർത്ത്, നൊമ്പരങ്ങളെക്കുറിച്ചോർത്ത് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരിഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്ന കർത്താവെ, സഹനങ്ങളെ സ്വീകരിക്കാൻ കൃപ നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി കാൽവരി കുന്നിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിൻ്റെ മുഖം മനസ്സിൽ കണ്ട് ഉറക്കെ ഒന്ന് സ്തുതിക്കട്ടെ. യേശുവേ, 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 ഓ ദൈവമേ, ഇപ്പോൾ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും നൊമ്പരങ്ങളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, രോഗികളെ സമർപ്പിക്കുന്നു, കടബാധകളെ സമർപ്പിക്കുന്നു, തകർച്ചകളെ സമർപ്പിക്കുന്നു. കരുണ കാണിക്കണമേ, സഹിക്കാൻ ശക്തി കൊടുക്കണമേ, അഭിഷേകം നടക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അവിടെ ഞാൻ ഏകനല്ല, യേശുവേ, ഓ പൊന്നു തമ്പുരാനെ, വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഓ ജീസസ്, വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ രണ്ട് കരങ്ങളും ഉയർത്തി പരീക്ഷ ദൈവം അനുവദിച്ചാൽ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി. Yes, Jesus, we believe. വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ എന്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം നിനക്കുണ്ട്. എനിക്കായി കരുതിട്ടു
നന്മയ്ക്കായെന്നറിയുന്നു ഓ ഞാൻ. ജീസസ്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഒരിക്കൽ കൂടി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആമേൻ.